Dear students, Unit 11 The P Block Elements-ൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഇപ്പോൾ ഏകദേശം ആയിരിക്കുന്നത് കാർബൺ ഫാമിലിയിലെയും സിലിക്കൺ ഫാമിലിയിലെയും ഓക്സൈഡ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കാർബൺ ഫാമിലിയിലുള്ള കാർബൺ മോണോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സും പ്രോപ്പർട്ടീസും യൂസസും കണ്ടു കഴിഞ്ഞു. രണ്ടാമത് പഠിച്ചതാണ് കാർബൺ ഫാമിലിയിലെ ഓക്സൈഡായ കാർബൺ ഡയോക്സൈഡ്. അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡും പ്രോപ്പർട്ടീസും തൊട്ട് മുന്നിലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചർ, അത് കാർബൺ ഡയോക്സൈഡ് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, ലീനിയർ സ്ട്രക്ചറാണെന്ന്. അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ യൂസസുമാണ് ഫസ്റ്റ് കാണേണ്ടത്. അതിനുശേഷം നമുക്ക് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഒക്കെ കാണാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് CO2 മോളിക്യൂളാണ്. ഇൻ CO2 മോളിക്യൂൾ കാർബൺ ആറ്റംസ് അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ഹൈബ്രിഡൈസേഷൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു. ഒരു ലീനിയർ സ്ട്രക്ചറുള്ള മോളിക്യൂളിന് ഹൈബ്രിഡൈസേഷൻ sp ആയിരിക്കുമെന്ന്. The two sp hybridized orbitals of carbon overlap with the two p orbitals of oxygen atom to make the two sigma bonds. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ നമ്മൾ കണ്ടത് എങ്ങനെയായിരുന്നു? നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചർ കണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാർബൺ ആറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവുമാണ് ഉള്ളത്. അപ്പോൾ ഒരു കാർബണിൽ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓക്സിജൻ്റെ രണ്ട് p ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്താണ് ഇവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതേപോലെ മിച്ചമുള്ള രണ്ട് ഇലക്ട്രോൺസ് കാർബണിൻ്റേത് p ബോണ്ട് ഫോം ചെയ്യാനായിട്ട്, അങ്ങനെയാണ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കാർബണും ഓക്സിജനും തമ്മിൽ ഫോം ചെയ്യുക. This result in linear shape of carbon dioxide with no dipole moment. അതായത് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിട്ടുള്ള ഒരു കേസാണ് CO2-ൻ്റേത് എന്ന് നമ്മൾ ആ ഹൈബ്രിഡൈസേഷൻ ചാപ്റ്ററിൽ തന്നെ ഡൈപോൾ മൊമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചതാണ്. കാർബൺ ഡയോക്സൈഡിന് ലീനിയർ സ്ട്രക്ചറാണ്. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡിലേക്കുള്ളത് ക്യാൻസലായി പോകും. അങ്ങനെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും എന്ന് നമ്മളന്ന് കണ്ടതാണ്. അപ്പോൾ ഈ CO2-ൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഒരു കാർബൺ ആറ്റം മറ്റൊരു ഓക്സിജനുമായിട്ട് ഒരു സിഗ്മ ബോണ്ടും, അതുകൂടാതെ രണ്ടാമത് ഫോം ചെയ്യുന്ന ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് കാർബണിൻ്റെ രണ്ട് ഇലക്ട്രോൺസ് ഓക്സിജനുമായിട്ട് p ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ഡബിൾ ബോണ്ടായിട്ട് മാറുന്നത്. അങ്ങനെ കാർബൺ ഡയോക്സൈഡിൽ രണ്ട് കാർബൺ ടു ഓക്സിജൻ ഡബിൾ ബോണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ റെസണൻസ് സ്ട്രക്ചർ ഇതാണ്, രണ്ടാമത്തേത് ഇതാണ്, മൂന്നാമത്തേത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊരു റെസണൻസ് സ്ട്രക്ചറാണ് നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ട് പറയുന്ന ഒരു സ്ട്രക്ചർ. ശരിക്കും കാർബണിൻ്റേത് ഇങ്ങനെയാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും ആകാം. ടോട്ടൽ നമുക്ക് 4 ബോണ്ട്സ് വേണം എന്നുള്ളതേ ഉള്ളൂ, ബോണ്ടുകൾ. അങ്ങനെ റെസണൻസ് സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ യൂസസ് ആണ്. ഇതെല്ലാം നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. അപ്പോൾ സോഡിയം കാർബണേറ്റ് Na2CO3 ആണ് വാഷിംഗ് സോഡ. അപ്പോൾ ഈ വാഷിംഗ് സോഡയുടെ മാനുഫാക്ചറിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡിന് യൂസ് ഉണ്ട്. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സോളിഡ് ഫോമിലുള്ള സോളിഡ് ഫോമിലുള്ള കാർബൺ ഡയോക്സൈഡിനാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ലിക്വിഡ് കാർബൺ ഡയോക്സൈഡിനെ ഹൈ പ്രഷറിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കിട്ടുന്നതെന്ന് കണ്ടിരുന്നു. അപ്പോൾ ഈ ഡ്രൈ ഐസ് നമുക്ക് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ CO2 ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ടു കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ തുറക്കും പെട്ടെന്ന് പതിഞ്ഞിങ്ങനെ പൊങ്ങി വരത്തില്ലേ? അപ്പോൾ അത് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിനൊക്കെ കാർബണേറ്റ് ചെയ്യാനായിട്ടും ഈ കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിലിക്കണിൻ്റെ ഓക്സൈഡ്സുകളാണ് കാണേണ്ടത്. സിലിക്കണിൻ്റെ ഓക്സൈഡ്സ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് സിലിക്കൺ ഡയോക്സൈഡ് SiO2, പിന്നെ സിലിക്കോൺസ്, സിലിക്കേറ്റ്സ്, സിയോളൈറ്റ്സ്. ഇത്രയും ഓക്സൈഡ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പഠിക്കാനേ ഉള്ളൂ. കൂടുതലായിട്ട് പ്രോപ്പർട്ടീസ് ഒന്നും അങ്ങനെ എടുത്ത് പഠിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ഓക്സൈഡ്സിനെ പറ്റിയും സിലിക്കണിൻ്റെ, അതായത് കാർബൺ ഫാമിലിയിലെ സെക്കൻഡ് മെമ്പറാണ് സിലിക്കൺ. അപ്പോൾ സിലിക്കണിൻ്റെ ഓക്സൈഡ്സിൽ നമുക്ക് ഈ 4 ഓക്സൈഡ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഓക്സൈഡ്സിൻ്റെ കാര്യങ്ങളെ പറയുന്നുള്ളൂ, എല്ലാ പ്രോപ്പർട്ടീസും എടുത്ത് ഇതിൻ്റേത് പറയുന്നില്ല. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് SiO2. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് സിലിക്ക. നമ്മൾ സാധാരണ ഈ ഗ്ലാസിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിലും ഒക്കെയാണ് ഈ സിലിക്ക യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് ജനറലായിട്ട് സിലിക്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഓക്കേഴ്സ് ഇൻ സെവറൽ ക്രിസ്റ്റലോഗ്രാഫിക് ഫോംസ്. ക്വാർട്സ്, ക്രിസ്റ്റോബോളൈറ്റ്, ട്രൈഡ്മൈറ്റ് ആർ സം ഓഫ് ദി ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് സിലിക്ക. ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. സിലിക്ക ക്വാർട്സിൻ്റെ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, ക്രിസ്റ്റലോഗ്രാഫിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോംസ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ SiO2 ഈസ് എ കോവാലൻറ്റ് 3-dimensional നെറ്റ്വർക്ക് സോളിഡ്. ഇപ്പോൾ സിലിക്ക എന്ന് പറയുന്നത് കോവാലൻ്റ് ആണ്, 3-dimensional നെറ്റ്വർക്ക് സോളിഡ് ആണ്. ഈച്ച് സിലിക്കൺ ആറ്റം ഈസ് covalently bonded in a tetrahedral manner to 4 oxygen atom. അപ്പോൾ ഒരു സിലിക്കൺ ഡയോക്സൈഡ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് ജസ്റ്റ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു 3-dimensional സ്ട്രക്ചറാണ് ഉള്ളതെന്ന് പറഞ്ഞു, അതേപോലെ കോവലൻ്റ് ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ SiO2 3-dimensional നെറ്റ്വർക്ക് ഇങ്ങനെ ഒരു SiO2 മോളിക്യൂൾസും ജോയിൻ ചെയ്താണ് ഇവിടെ ഒരു നെറ്റ്വർക്ക് സോളിഡ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ സിലിക്കൺ ആറ്റം കോവാലൻ്റലി ബോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിലിക്കൺ 4 ഓക്സിജൻ ആറ്റംസുമായിട്ട് കോവാലൻ്റലി ബോണ്ടഡ് ചെയ്ത് ഒരു ടെട്രാഹെഡ്രൽ മാനറിലായിരിക്കും അറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഒരു സിലിക്കൺ 4 ഓക്സിജൻസുമായിട്ട് കോവാലൻ്റലി ബോണ്ട് ഫോം ചെയ്താണ് ടെട്രാഹെഡ്രൽ മാനറിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈച്ച് ഓക്സിജൻ ആറ്റം ഇൻ ടേൺ കോവാലൻ്റലി ബോണ്ടഡ് ടു അനദർ സിലിക്കൺ ആറ്റം. ഇനി നമ്മൾ പറയുന്നത് ഈച്ച് കോർണർ ഈസ് ഷെയർഡ് വിത്ത് അനദർ ടെട്രാഹെഡ്രൽ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഒരു സിലിക്കൺ ആറ്റം നോക്കുക, ഒരു സിലിക്കൺ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോവാലൻ്റലി ബോണ്ടഡ് വിത്ത് 4 ഓക്സിജൻ, കണ്ടല്ലോ. അതേപോലെ ഏതൊരു ഓക്സിജൻ ആറ്റം എടുത്തു കഴിഞ്ഞാലും അതിലേക്ക് സിലിക്കൺ ആറ്റംസ് ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലും സിലിക്കൺ ആറ്റംസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ സ്ട്രക്ചറിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. Each silicon atom is covalently bonded in a tetrahedral manner to 4 oxygen atom, and each oxygen atom covalently bonded to another silicon atom. അപ്പോൾ കോവാലൻ്റ് ബോണ്ട് ചെയ്യണമെങ്കിൽ ഒരു ഓക്സിജൻ ആറ്റം 2 സൈഡിലേക്ക് സിലിക്കൺ ആറ്റംസുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു സിലിക്കൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ 4 റെഡ് ഓക്സിജൻ ആറ്റംസുമായിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചറിൽ പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ടെട്രാഹെഡ്രൽ മാനറിലാണ് അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ സ്ട്രക്ചർ വരയ്ക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് വരച്ച് നോക്കേണ്ടതാണ് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചർ. ഇനി അടുത്തത് നമ്മൾ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. സിലിക്കൺ ഈസ് ഓൾമോസ്റ്റ് നോൺ റിയാക്റ്റീവ്. അപ്പോൾ അധികം റിയാക്റ്റീവ് ഒന്നും അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അധികം പ്രോപ്പർട്ടീസ് എടുത്ത് പറയാനില്ലാത്തത്. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡിന് നോൺ റിയാക്റ്റീവ് ആണ്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചറിൽ സിലിക്കൺ ടു ഓക്സിജൻ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു സബ്സ്റ്റൻസിന് മറ്റൊരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പുതിയ ബോണ്ടായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബോണ്ട് സിലിക്കൺ ടു ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഹൈ എനർജി വേണ്ടി വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് അൺറിയാക്റ്റീവ് അല്ലെങ്കിൽ നോൺ റിയാക്റ്റീവ് ആണെന്ന് പറയുന്നത്. സാധാരണ നോർമൽ കേസിൽ നോൺ റിയാക്റ്റീവ് ആയിരിക്കുന്ന ഈ സിലിക്കൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ടും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടും റിയാക്ഷൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് SiO2 സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ Na2SiO3യും വാട്ടറും അവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ സിലിക്കൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
SiF4ഉം വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് റിയാക്ഷൻസ് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട റിയാക്ഷൻസ് ആണ്. കാരണം എന്താണ്, SiO ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഹൈ എൻതാൽപ്പി ഉള്ളത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നോർമൽ കേസിൽ സിലിക്കൺ ഡയോക്സൈഡ് എന്താണ്, നോൺ റിയാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് റിയാക്റ്റീവ് ആകുന്നത് ചില കേസിൽ മാത്രമാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടൊക്കെയാണ് സിലിക്കൺ ഡയോക്സൈഡ് റിയാക്ഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിലും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടും അതേപോലെ ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ടും റിയാക്ട് ചെയ്യുമ്പോഴുള്ള പ്രോഡക്ട്സും ഇക്വേഷൻസ് സഹിതം ഓർത്ത് വയ്ക്കണം. ഇനി സിലിക്കൺ ഡയോക്സൈഡിൻ്റെ യൂസസ് ആണ് കാണുന്നത്. ക്വാർട്സ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് എ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയലിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വാർട്സിനെ നമുക്ക് ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിലിക്ക ഈസ് അതർവൈസ് നോൺ ആസ് ക്വാർട്സ് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ക്വാർട്സിന് ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതാണ് നമുക്ക് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ഫസ്റ്റ് യൂസ് ആയിട്ട് പറയാനുള്ളത്. രണ്ടാമത്, സിലിക്ക ജെൽ ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജൻറ്റ്. ഇപ്പോൾ ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട് സിലിക്ക ജെല്ല് യൂസ് ചെയ്യാറുണ്ട്. ഈ സിലിക്ക ജെൽ ഈസ് യൂസ്ഡ് ആസ് എ സപ്പോർട്ട് ഫോർ ക്രോമറ്റോഗ്രാഫിക് മെറ്റീരിയൽ. ഇപ്പോൾ ലാബിലൊക്കെ നമ്മൾ ക്രോമറ്റോഗ്രാഫിയൊക്കെ നമ്മൾ കെമിസ്ട്രി MSc ഒക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ ക്രോമറ്റോഗ്രാഫിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സിലൊക്കെ നമ്മൾ സിലിക്ക ജെല്ല് യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ഏതാണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്, ഏത് മെറ്റീരിയലാണ് അവിടെ, ഏത് കോമ്പൗണ്ടാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ലാബിൽ നമുക്ക് ക്രോമറ്റോഗ്രാഫിക് മെറ്റീരിയൽസിനൊക്കെ സപ്പോർട്ടായിട്ട് സിലിക്ക ജെല്ലാണ് യൂസ് ചെയ്യാറ്. ഇനി സിലിക്കയുടെ ഒരു അമോർഫസ് ഫോമിന് ഫിൽട്രേഷൻ പ്ലാന്റ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയും അതേപോലെ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ജസ്റ്റ് രണ്ട് റിയാക്ഷൻസും യൂസസുമാണ് കണ്ടത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളില്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിലിക്കണിൻ്റെ തന്നെ ഓക്സൈഡ്സായ രണ്ട് കാര്യങ്ങളും കൂടെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സ് വെള്ളിയാഴ്ചത്തെ ക്ലാസ്സും കൊണ്ട് തീരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് മൺഡേ നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഒരു എക്സാം വെക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. വേറെ എക്സാംസ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാർബൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചറും വരയ്ക്കേണ്ടതാണ്. സിലിക്കൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചറും വരയ്ക്കേണ്ടതാണ്. അത് ജസ്റ്റ് നമ്മൾ റിയാക്ഷൻസ് എഴുതി നോക്കി പഠിക്കേണ്ടതാണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കുറേ കോമ്പൗണ്ട്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണുള്ളത്. താങ്ക് യു.